അതേസമയം ഈ സുധിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അത്രത്തോളം വേദനയൊന്നും നമുക്ക് ആർക്കും തോന്നാറില്ല. സുധി എന്ന് പറയുന്ന വ്യക്തി ഒരു കലാകാരനായിരുന്നു എന്നതിനേക്കാളേറെ അത്രയും വലിയ ഒരു സംഭവമൊന്നും ആയിരുന്നില്ല. സാധാരണ രീതിയിലുള്ള ഒരു മിമിക്രിക്കാരൻ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ അദ്ദേഹത്തെ പറ്റിയിട്ട്. അല്ലാതെ ഭയങ്കര അനശ്വര നടനായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ അദ്ദേഹത്തിന് ഇത്രയും വലിയ ബിൽഡപ്പ് ഒക്കെ കിട്ടിയത് അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞതുകൊണ്ടാണ്. അദ്ദേഹത്തിന് ഇത്രയും വലിയ ഒരു പേരും ഒക്കെ കിട്ടിയതെന്ന് വെച്ചാൽ അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണ്, അതിന് മുമ്പേ അല്ല. അപ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള രേണുവിന്റെ കരച്ചിലും ആ ഒരു സങ്കടം ഒക്കെ ജനങ്ങൾ ഏറ്റെടുത്തതിന്റെ പേരിലാണ്. അതായത് നമ്മുടെ സുധി മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഇട്ടിരുന്ന വസ്ത്രത്തിന്റെ ആ ഒരു ഗന്ധമൊക്കെ എടുത്തിട്ട് പെർഫ്യൂം ഒക്കെ ഉണ്ടാക്കിയല്ലോ. സംഭവമൊക്കെ വെച്ചിട്ടാണ് എല്ലാവരും ഈ ഒരു സ്ത്രീയോട് കൂടുതൽ താല്പര്യവും ആ ഒരു സഹതാപവും ഒക്കെ ഉണ്ടായത്. അല്ലാണ്ട് സുധി എന്ന് പറയുന്ന വ്യക്തി അത്രയും വലിയ കലാകാരനായതുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന സ്ത്രീയെ എല്ലാവരും കൂടെ താങ്ങിയെടുത്ത് തലയിൽ കൊണ്ട് നടന്നതൊന്നുമല്ല. സഹതാപത്തിന്റെ പേരിൽ കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സുധി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അത്രയും വലിയൊരു കലാകാരനൊന്നും ആയിരുന്നില്ല. ആവറേജ് അത്രേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ രേണുവിന്റെ സങ്കടം, ഭർത്താവിന്റെ ആ ഒരു മരണപ്പെട്ട സമയത്ത് ഇട്ടിരുന്ന ആ ഒരു വസ്ത്രത്തിന്റെ ഗന്ധം എടുത്തിട്ട് ലക്ഷ്മി നക്ഷത്രയെ കൂട്ടുപിടിച്ചിട്ട് ആ പുള്ളിക്കാരത്തി ആ ഒരു പെർഫ്യൂം ഒക്കെ ഉണ്ടാക്കി എടുത്തതിന്റെയൊക്കെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് ജനങ്ങൾക്ക് ഇവരോട് കൂടുതൽ സ്നേഹം തോന്നുകയും ആ ഒരു സഹതാപത്തിന്റെ പേരിലാണ് ശരിക്കും ജനങ്ങൾ ഇവരെ നെഞ്ചിലേറ്റിയത് എന്നുള്ള കാര്യമാണ് വാസ്തവം. അല്ലാണ്ട് സുധി അനശ്വര കലാകാരനായതുകൊണ്ടൊന്നും അല്ല. പിന്നെ സുധിയെ പറ്റിയിട്ട് പറയുമ്പോൾ സുധി ഒരു പാവ മനുഷ്യനാണ്, ഒരു മനുഷ്യ സ്നേഹിയാണ് എന്നൊക്കെയാണ് ജനങ്ങളുടെ ഇടയിലുള്ള സംസാരം എന്ന് പറഞ്ഞാൽ. പുള്ളിക്കാരൻ മുമ്പ് സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ കിച്ചു കുഞ്ഞായിരുന്ന സമയത്ത് കിച്ചുവിനെയൊക്കെ കൊണ്ട് പോകുന്നതും അവിടെ തൊട്ടിൽ കെട്ടിയിട്ട് കിച്ചുവിനെ കിടത്തി ഉറക്കിയ ആ ഒരു കഥകളൊക്കെ മറ്റുള്ളവർ പറഞ്ഞ് അത് കേട്ടിട്ടുള്ള സിമ്പതിയൊക്കെ കൊണ്ടിട്ടാണ് ശരിക്കും ഈ ഒരു ഫാമിലിയോട് എല്ലാവർക്കും കൂടുതൽ സ്നേഹം തോന്നിയത്.